തിയ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കുറേ നല്ല ചെടികളെ പറ്റിയാണ്. ഇത് കണ്ട, ഇത് നമ്മുടെ ജമന്തിയാണ്. അത് നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇതിന് വലിയ മണമില്ല, നാടൻ ജമന്തി അല്ല, അതുകൊണ്ട് നല്ല മണമൊന്നുമില്ല. അതിന് ഒരു 6 വർഷം മുമ്പ് എനിക്ക് ചെറിയൊരു തണ്ട് കിട്ടിയതാണ്. ഞാനതിനെ നട്ട് പരിപാലിച്ച് ഇത്രയും ആക്കിയതാണ്. ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. ഇതുവരെ ഇത് നമ്മുടെ സ്ട്രോബെറിയാണ്. നമ്മുടെ ഇവിടെ കായ്ക്കുകയില്ലെന്ന് എല്ലാവരും ഒക്കെ പറയും. പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പിലത്തെ വർഷമൊക്കെ എനിക്ക് ഒരു ചെറിയ കാകളാണ് എനിക്ക് കായ്ച്ചതായിരുന്നു കേട്ടോ. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ്, പക്ഷേ നല്ല മനോഹരമായ പൂക്കളാണ്. ചില സമയത്ത് നിറച്ചുണ്ടാകും. അത് നല്ലൊരു ചെടിയാണ്. അതുപോലെ ഇത് കുറ്റിച്ച് വരുന്ന നല്ലൊരു ചെടിയാണ്. ഇത് നമ്മുടെ കണ്ണാടിച്ചെടിയുടെ വൈറ്റാണ്. ഇത് അഡീനിയ ആണ്. ഇത് കണ്ണാടിച്ചെടിയുടെ വെറൈറ്റിയാണ്, വേറെ കളറാണ്. സത്യത്തിൽ ഈ ചെടിയുടെ പേരും എനിക്കറിയത്തില്ല. ഇത് നല്ല വിലയുള്ള ചെടിയാണ്. ഇതിൻ്റെ പൂവ് അധികം കുറേ ദിവസങ്ങൾ നിൽക്കും. പിന്നെ ഇതിന് മുമ്പേ ഒരു റെഡ് പൂ കാണിച്ചതിൻ്റെ റോസാണ്. നല്ല മനോഹരമായതിൻ്റെ പൂക്കളൊക്കെ കണ്ട. ഇത് പുൽച്ചെടി. ഈ പുൽച്ചെടിക്കൊക്കെ വേറെ പേര് കാണും, എനിക്കറിയില്ല. പക്ഷേ എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഇത് 10 മണിച്ചെടിയുടെ പല ഐറ്റംസാണ്. വെള്ളയുണ്ട്, പല കളറുണ്ട്. ഇപ്പം പൂക്കളില്ലാതെ നിൽക്കുകയാണ്. ടീസ് ബോൾസാണ്. കണ്ട, നിറച്ച് പൂക്കളാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇവിടെ പല കളറുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇതിൻ്റെ പൂക്കളോ. കണ്ടോ? കണ്ണാടിച്ചെടിയുടെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് ലില്ലിച്ചെടിയാണ്. ഇതാണെങ്കിൽ നമ്മുടെ കച്ചോലമാണ്. എനിക്ക് ഈ ചെടിയുടെ പേരറിയത്തില്ല. കണ്ട, അതിൻ്റെ കുറേ ഉണ്ട് എനിക്ക്. കണ്ട, ഇതും ഇലച്ചെടികളാണ് ഇതൊക്കെ. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് ജമന്തി കിളുത്ത് വരികയാണ്. ഇത് നമ്മുടെ കുറ്റിമുല്ലയാണ് കിളുക്കുന്നത്. ഇതൊരു മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ പൂവൊക്കെ നല്ല രസമാണ്. ഇത് നമ്മുടെ മാങ്ങാനാർ ചെടി എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. ഇതിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഇതൊരു വാഴച്ചെടിയാണ്. കണ്ടോ? പിന്നെ ഇത് നമ്മുടെ കാന്താരിക്കൊല്ലയാണ് കിളുത്ത് വരുന്നത്. ഇതും കാന്താരിയാണ്. ഇത് നമ്മുടെ കുഞ്ഞൻ തെറ്റിയാണ്. കണ്ടോ? ഇത് കണ്ടോ? ഇത് ഈ കിളുത്ത് വരുന്ന ഒരു ആപ്പിളാണ്. അത് കായ്ക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കുരുവിട്ട് കിളിപ്പിച്ചതാണ്. ഇത് വേറൊരു ചെടിയാണ്. ഞാൻ മുമ്പേ ഒരു പച്ചപ്പുല്ലിൻ്റെ കാണിച്ചത് തന്നെ വേറെ ഇതാണ്. ഇത് നമ്മുടെ ബാമ്പു ചെടിയെന്നാണ് ഞങ്ങളിതിനെ പറയുന്നത്. ഇത് ഞാൻ ഈ കുപ്പിക്കകത്തൊരു ചെറുനാരകത്തിനെ കിളിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇത് കണ്ണാടിച്ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ? ഇത് ജമന്തി എനിക്ക് വേറെ മുട്ടിട്ട് വരികയാണ്. പിന്നെ ഇതാണെങ്കിൽ നിശാഗന്ധിയാണ്. കണ്ടോ? രാത്രി 12 മണിക്കാണ് ഇത് പൂവിടുന്നത്. ഇതിൻ്റെ ഇലയിലാണ് പൂ വരുന്നത്. ഇത് വേറൊരു ഓർക്കിഡാണ്. ഓർക്കിഡ് ഇതിൻ്റെ ഒരു സമയത്ത് ഒരു പൂവാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാടൻ കരിവേപ്പാണിത്. ഓക്കെ, ഇത് വേറെ ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് സത്യത്തിൽ അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു. നമ്മുടെ കുറ്റിക്കുരുമുളകാണ്. ഇത് നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. ഞാനതൊക്കെ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇനി അടുത്ത സീസൺ ഇത് കായ്ക്കാനായിട്ടൊക്കെ ഇങ്ങനെ തയ്യാറെടുക്കുവാണ്. ഇനിയിപ്പം തളുത്തൊക്കെ വന്നിട്ടേ ഇത് കായ്ക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇത് കണ്ട, ആ ചെടിയുടെ മുട്ട വയ്ക്കുന്ന ഒരു ഇത് ജറബറ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് മഞ്ഞപ്പൂവാണ് ഉണ്ടാകുന്നത്.
പറമ്പിലൊക്കെ നമ്മൾ കുറ്റിച്ചെടിയായിട്ട് നടാൻ നല്ലതാണ്. നോക്കി അരി പൊരിയുന്ന പോലെ എന്ത് പൂക്കളാണെന്ന്. നല്ല ഭംഗിയായതിനെയൊക്കെ നമുക്ക് വീടിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ നടാൻ നല്ല രസമാണ്. മുല്ലയ്ക്ക് കണ്ട് ഇവിടെ മുട്ടിട്ട് വരുന്നുണ്ട്, കണ്ടോ. ഇത് എല്ലാ വർഷവും നിറച്ച് പൂക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ടൈം ആയില്ലെന്ന് തോന്നുന്നു. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല മനോഹരമാണ് ഇതിൻ്റെ പൂക്കൾ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല. ഇത് പണ്ടത്തെ ഗന്ധരാജനാണ്, കണ്ടോ. അതൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഈ ചെടിയുടെയും പേരറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ പൂവ് നല്ല മനോഹരമാണ്. ഇതൊക്കെ നമ്മുടെ നാടൻ റോസയാണ്, കണ്ട. ഇത് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ, കണ്ട. ഈ കുഞ്ഞു ചെടിക്കൊക്കെ മുട്ടിട്ട് വരും. അതിൻ്റെ പൂവ് കണ്ട, അതിൻ്റെ ഇങ്ങനെ ഇത് നിറച്ച് വരും. ഇതിപ്പം നമ്മുടെ പൂവൊക്കെ വന്ന് പോയതാണ്. പിന്നെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ്, കണ്ടോ. നല്ല രസമല്ലേ ഇതൊക്കെ. പിന്നെ ഈ ജമന്തി വേറെ മുട്ടിട്ട് വരുന്നു. ഇത് നമ്മുടെ റോസാണ്, അത് പൊഴിഞ്ഞ് വെക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിറച്ച് കണ്ടോ മുട്ടൊക്കെ വരുന്നുണ്ട്, കണ്ടോ. ഇന്ന് വിടർന്ന പൂവാണിത്. ഇവിടെ നിൽക്കുമ്പം തന്നെ നല്ല മണം വരുക. ഇത് എൻ്റെ 10 മണിച്ചെടികളാണ്. ഇതിന് പല സൈസ് പൂക്കളാണ്. ഇതിന് മുട്ടൊക്കെ ഉണ്ട്. ഇതിപ്പം രാവിലെ ഇതിൻ്റെ വീഡിയോ പിടിച്ചുകൊണ്ടാണ് നമുക്ക് പൂ കിട്ടുക. വെറൈറ്റി 10 മണികളാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ പൂക്കളൊക്കെ ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടേ വിടരത്തുള്ളൂ. ഇതിപ്പം ഞാൻ രാവിലെയാണ് വീഡിയോ പിടിക്കുന്നത്. ഇത് നമ്മുടെ പുതിനയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇടുന്ന സമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ പുതിന. ഇതൊരു വേറൊരു വെറൈറ്റി ചെടിയാണ്. ഞാനിതിനെ കാക്കപ്പൂവെന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതാണെങ്കിൽ കണ്ടോ, ഇത് തൂക്കിയിടുന്ന ഒരു സൈസ് ചെടിയാണ്. ഞാൻ അതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടുകൊണ്ട് ഇതിനെ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്, കണ്ടോ. ഇത് ഭംഗിയല്ലേ. ആ കാക്കപ്പൂവിൻ്റെ വേറെ കളറാണിത്. ലില്ലിച്ചെടിയാണ്, നല്ല വൈറ്റ്, നല്ല പൂവുണ്ടാകും ഇതിൽ. ഇത് ആ കാക്കപ്പൂവിൻ്റെ വേറൊരു വെറൈറ്റി പൂവാണ്, കണ്ടോ. പിന്നെ ഇത് എൻ്റെ ഓർക്കിഡുകളാണ്. ഇപ്പോൾ അതിൻ്റെ പൂവെല്ലാം വന്ന് പോയ സമയമാണ്. ഇത് കണ്ടോ, വൈറ്റ് കളറ്, നല്ല വലിയ പൂവാണ്, കണ്ടോ. പിന്നെ ഇപ്പം ഇത് ബട്ടർഫ്ലൈ ചെടിയാണ്. എന്ത് രസമാണെന്ന് നോക്കി, എന്ത് ഭംഗിയാണ് ഇവരെ കാണാൻ. പിന്നെ ഇത് കണ്ടോ, ഇത് വേറെ, ഇതിനൊന്നും പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം ഓർക്കിഡ്. റോസുണ്ട്, പിങ്ക് റോസുണ്ട്, പക്ഷേ ഇപ്പം പൂവൊന്നും ഇല്ലാത്ത ടൈമാണ്. പൂക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇത് കണ്ടോ, ഇത് വേറൊന്നും അധികം ദിവസമായി നമ്മൾ കൊണ്ട് വെച്ചിട്ട് അവർ പൂ തന്നതാ, കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ വേറൊരു സൈസ് ചെടിയാണ്, കണ്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. പിന്നെ കണ്ടോ, നിറച്ച് പൂ തരും ഇവർ. നല്ല മനോഹരമാണ് കാണാൻ. ഇത് കണ്ടോ, നമ്മുടെ റോസാണ്, നമ്മുടെ വെള്ള റോസപ്പൂവാണ്. ഇത് നിറച്ചും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു സീസൺ അല്ലാഞ്ഞിട്ടാണ്. നമ്മുടെ ഈ റോസിനൊക്കെ നിറച്ച് മൊട്ട് വരാനായിട്ട് അവർ ഭാവിക്കുകയാണ്. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു റോസുകളെ കണ്ടോ, അത് നിറച്ച് പൂക്കളാണ്. ഈ മൊട്ട് കണ്ടോ, ഇത് റോസ് മൊട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നെ ഇവർ വിടർന്ന് വരുമ്പോൾ ചെറിയ റോസും വൈറ്റും കൂടെ കളർന്ന ഒരു പൂവായിരിക്കും കേട്ടോ. നമ്മുടെ സീനിയാണ്, കണ്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ എന്ത് രസമുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ. നല്ല മനോഹരമല്ലേ. കണ്ടോ, വെള്ളയുണ്ട്, പിന്നെ ചുവപ്പ് തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇത് മഞ്ഞയാണ്. റോസ് നോക്കി, കണ്ടോ. ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ നനച്ച് കൊടുക്കും, കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് രസമാണെന്നൊന്ന് കണ്ടോ.
ഒരു കൊലയിൽ ഇങ്ങനെ നിറച്ചും മുട്ടൊക്കെ വരും ഇതിന്. എല്ലാം കുറേ പൂവൊക്കെ പോയതാണ്. ഇത് ജറബറയുടെ തന്നെ വേറൊരു ചെടിയാണ്. ഇത് അതിൻ്റെ വേറൊരു ചെടിയാണ്. ഇനി പൂ വരുമ്പോൾ ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാം. ഇപ്പം പൂവില്ലാത്ത സീസണാണ്. ഇത് വെള്ള ജമന്തിയാണ്. ഇത് ചൈനീസ് ബോൾസിൻ്റെ തട്ട് പൂവുണ്ടാകുന്ന ഒരെണ്ണമാണ്. ഇത് വേറൊരു ചെടിയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നാണ്. ഇത് ജറബറയുടെ വേറൊരു ചെടിയാണ്. ഇതും ചെടിയുടെ പേരറിയത്തില്ല. കണ്ടോ, ഇതൊക്കെ ഇത് ചൈനീസ് ബോൾസാണ്. ഇത് മഞ്ഞളാണ്. പിന്നെ ഇതും നമ്മുടെ പനിക്കൂർക്കയാണ്. ഇതും ചൈനീസ് ബോൾസിൻ്റെ വേറൊരു ഇനം ചെടിയാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് വേറൊരു സൈസ് ചെടിയാണ്. അത് നല്ല മനോഹരമല്ലേ കാണുവാൻ. പിന്നെ ഇതിൻ്റെ ഒരു റോസ് പൂ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ചെടിയുടെ ഒന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് കണ്ണാടി ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ്. റോസ് മുട്ടിട്ട് വരുന്നുണ്ട്, കണ്ടോ. പിന്നെ എനിക്കിവിടെ ഒരു മുരിങ്ങയുണ്ട്, കണ്ടോ. ഞാൻ അത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് പൂവാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്, അത് കറക്റ്റ് അറിയത്തില്ല. ഒരു ഓർക്കിഡാണ്, ഇതുപോലെയുള്ള പൂവുണ്ടാകുന്ന ഓർക്കിഡാണ്. പിന്നെ ഇതിന് ഒരു കൊല പോലുള്ള ഒരു പൂ വരുന്ന ഒരു ചെടിയാണ്. അതിൻ്റെയും പേര് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇത് ചൈനീസ് ബോൾസിൻ്റെ വേറെ ഇനമാണ്. അവർക്ക് അതിന് പൂവൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് റോസ് നട്ടേക്കുവാണ്. പിന്നെ നമ്മുടെ കുറച്ച് മുമ്പ് ഞാനൊരു റോസ് കളർ പൂ കാണിച്ചില്ല, അതിൻ്റെ വൈറ്റാണിത്. ഇത് നല്ല ഭംഗിയാണ്, തെറ്റിപ്പൂ പോലെ തോന്നും. ഇത് പിന്നെ ചീരയാണ്. പിന്നെ ഇഞ്ചിയുണ്ട്. വീടുകളിലും കാണാം. ഇത് കറ്റാർ വാഴപ്പോളയാണ്. ഞാനിവിടെ എനിക്ക് എണ്ണ കാച്ചാനും ഒക്കെ ഇതിനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റി കണ്ണാടി ചെടിയാണ്, കണ്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ ഒരു ബോൾസും കിളുത്ത് വരുന്നുണ്ട്, അതിന് പൂവൊന്നും ആയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആവാനൊന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ ചെടികളാണ് ഇതൊക്കെ. അടുത്തത് ആന്തൂറിയമാണ്. ആന്തൂറിയം എന്ന് പറഞ്ഞാൽ കണ്ടോ, വലിയ പൂക്കളുണ്ടാകുന്നതാണ്. അതിനെ ചെറിയ ഒരു വിത്തിൽ നിന്നുമാണ് നമ്മൾ ഇത്രയും മൂട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തതാണ്. ഇതിൻ്റെ ഒരു മൂട് നമ്മൾ വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് അനേകം വിത്തുകളെടുത്ത് അടുത്ത ചെടികൾ നമുക്ക്. ഞാൻ തൂക്കിയിടുന്ന ചെടികളാണിത്. എനിക്ക് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. നമ്മുടെ വീടിൻ്റെ മുറ്റം ഇങ്ങനെ ഈ ചെടികളാൽ തന്നെ എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ. ഇത് നമ്മൾ പറമ്പിൽ കൂടെയൊക്കെ പടർന്ന് കിടക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ എടുത്തിങ്ങനെ നട്ടേക്കാണ്. പിന്നെ ഇത് കണ്ട, ഇത് പഴയകാലത്തെ ഒരു പടക്കിഴങ്ങുണ്ടാകുമായിരുന്നു ആ ചെടി, അതാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മുട്ടിന് കിഴങ്ങുണ്ടാകും. പക്ഷേ ഇതിനിങ്ങനെ തൂക്കിയിട്ടപ്പോൾ നല്ലൊരു പ്ലാന്റായിട്ട് അതിനെ കാണുന്നു, കണ്ടോ. ഇത് നമ്മുടെ പടക്കിഴങ്ങാണ്. അതിനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് എന്ത് മനോഹരമാണ്. ഈ ഒരു ചെടിയെ കണ്ടോ, ഇത് എത്ര പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ കിഴങ്ങ് ചെറിയ വിത്തടിയിലിരുന്ന് വീണ്ടും അതുണ്ടാകും. നോക്കാം, നമ്മളിങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഈ ചെടികളെ ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇതിനെയൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷം. ഇത് കണ്ടോ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, കണ്ടോ നല്ല ഭംഗിയല്ലേ. നിങ്ങളിത് കണ്ടോ, ഞാൻ എൻ്റെ ബോട്ടിലിനകത്ത് വെള്ളത്തിലായിട്ട് ഇട്ടേക്കുവാണ്. ഇത് നമ്മുടെ ബാമ്പൂ ചെടിയാണ്, കണ്ടോ എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ. ഇത് ഞാൻ നമ്മുടെ വെള്ളക്കുപ്പിയും കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ബാമ്പൂ ചെടി ഇതുപോലുള്ള കുപ്പിയിൽ വെള്ളത്തിൽ വെച്ചേക്കുവാണിത്. നമ്മുടെ മണി പ്ലാന്റിനെ അങ്ങനെ തന്നെ കുപ്പിയിൽ വെച്ചേക്കുവാണ്. അത് കണ്ടോ, നമ്മൾ വെള്ളത്തിലാണ് വേര് പോകുന്നതൊക്കെ കണ്ടോ. ഇത് ബാമ്പൂ ചെടിയാണ്.
എൻ്റെ പച്ചമുളക് ചെടിയാണ്, പച്ചമുളകാണ് ഇത്. കുഞ്ഞതാണേലും കണ്ട നിറച്ച് മുട്ടിട്ട് തുടങ്ങി. ഇത് പേരയാണ്, കണ്ടോ പേരയാണ്. എനിക്ക് സ്ഥലക്കുറവായതുകൊണ്ട് ഞാൻ ഉള്ള സ്ഥലത്ത് ഇതിനെയൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതെന്താ പഴയ കാലത്ത് നമ്മുടെ കുറ്റിച്ചെടിയായിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് റോസാണ്, എല്ലാം മുട്ടിടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ മുള്ളാത്തയാണ്. ഇതിൻ്റെ ആത്തയ്ക്കൊക്കെ കായ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. അതിന് നമുക്ക് ബ്ലഡിന് കൗണ്ട് കൂടുമെന്ന് പറയുന്നു. പിന്നെ ഇത് കോവലാണ്. പിന്നെ പയറ് കണ്ടോ, പയറും ഒക്കെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്. കണ്ടോ, ഞാൻ ഇങ്ങനെ ആവാനൊന്ന് കാണിക്കുകയാണ്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മുടെ ഒരു ദിവസം തന്നെ നമുക്ക് സന്തോഷമാക്കാം ഇങ്ങനെ ചെടികളൊക്കെ ഒന്ന് കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാകും. ഇപ്പോൾ ചെടികളെല്ലാം പൂവൊക്കെ പോയ ഒരു സമയമാണ്. ഇനി നിറച്ചാകുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കാണണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളുടെ പേരും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. താങ്ക് യു.